കാണുന്നതാണ് ബേക്കറിയിൽ ഉണ്ടാക്കുന്ന അതേ തലത്തിലുള്ള ഒരു ക്യാരറ്റ് ഹൽവ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ക്യാരറ്റ് ഹൽവ. അപ്പോൾ ഇതൊരു ബേക്കറിയിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേ തരത്തിലുള്ള അതേ കൺസിസ്റ്റൻസിയിലുള്ള അതേ രൂപത്തിലുള്ള ഒരു ഹൽവ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഹൽവയുടെ വിശേഷങ്ങളും ഇതിൻ്റെ അമ്മ സ്പെഷ്യൽ ഹൽവയാണ്. അപ്പോൾ അതെനിക്ക് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്യാരറ്റ് ഹൽവ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് തന്നെയാണ്. അപ്പോൾ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായി കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ഈ കഷ്ണങ്ങളാക്കി നമ്മൾ ആദ്യം നുറുക്കിയെടുത്തതിന് ശേഷം ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് പല ക്യാരറ്റ് ഹൽവകളും ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലും ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചിരണ്ടിയെടുത്ത് ഒരു തരത്തിലുള്ള ഹൽവയാണ്. ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ ഒന്നും പോഷകമൂല്യങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു ക്യാരറ്റ് ജ്യൂസിൻ്റെ ഒരു കാണിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്ന രീതിയിൽ ഒരു സാധനം പോലും കളയാനില്ല ക്യാരറ്റിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മളത് വേവിച്ചെടുക്കുകയാണ്. ഒരു കുക്കറിൽ വെച്ച് നമ്മളത് ആ ക്യാരറ്റ് ചെറു കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മളത് അത്രത്തോളം വേവിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഹൽവയുടെ പ്രത്യേകത. നമ്മളൊരു ബേക്കറി കാണുന്ന നമ്മൾ വീഡിയോയിൽ ഫസ്റ്റിൽ കണ്ട പോലെ തന്നെ ഒരു ബേക്കറിയിൽ കിട്ടുന്ന തരത്തിലുള്ള മൈദ കൊണ്ടുണ്ടാക്കുന്ന ഹൽവയുടെ അതേപോലെ തന്നെ അതിനേക്കാൾ ഗുണത്തിലും അതിനേക്കാൾ ടേസ്റ്റിലും. കാരണം മൈദ ഇപ്പോഴും നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നമുക്കറിയാം. എന്നാലും മൈദ കഴിക്കാത്തവരാരുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം അത് വേവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ക്യാരറ്റ് കുക്കറിൽ വേവിച്ചൊരു 3-4 വിസിൽ മതി. ആ വേവിച്ചതിന് ശേഷം നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് നമ്മളത് അരച്ചെടുക്കാൻ പോവുകയാണ്. ഒരു പേസ്റ്റ് രൂപത്തിലാക്കും. ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും തയ്യാറാക്കുന്ന എൻ്റെ അമ്മയുടെ. പക്ഷേ ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവയാണ്. എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്താ ഇഷ്ടം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ക്യാരറ്റ് ഹൽവ നമുക്ക് ആയി കിട്ടുന്നത്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലാണ്. ഒരു പേസ്റ്റ്, വളരെ സ്മൂത്ത് എന്ന് വെച്ചാൽ വേവിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ അരച്ചെടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടില്ല. മറ്റേതാണ് അരച്ചെടുക്കുമ്പോൾ കുറച്ചൊരു ക്രസ്റ്റ് പോലെ ആവുന്നതിന് പകരം ഇത് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടും. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറയുന്നത്. കിസ്മിസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി എന്ന് പറയുന്നത്, റൈസിൻസ് എന്ന് പറയുന്നത്, കാഷ്യൂ നട്ട്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. അതിൻ്റെ പേര് നമ്മുടെ കോൺഫ്ലവർ കുറച്ച് നമുക്കൊരു 3-4 സ്പൂൺ. അത് നമുക്ക് എത്രയാണോ ക്യാരറ്റ് എടുക്കുന്നത് സ്പൂണിൻ്റെ കണക്ക് ഞാനിവിടെ പറയുന്നില്ല, എത്രയാണോ നിങ്ങൾ എടുക്കുന്നതനുസരിച്ച്. പിന്നെ പഞ്ചസാര മെയിനാണ്. ഓക്കെ, പിന്നെ നമുക്കതിൽ വേണ്ടത് പാല്, ഒരു 1/2 ഗ്ലാസോളം പാല് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഒന്നുകൂടി ഇൻഗ്രീഡിയൻസ് ഇതിന് ശേഷം ഹൽവ ആക്കി എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി നോക്കിക്കോളും. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമ്മൾ ഒരു ഉരുളി വയ്ക്കുന്നു. ഉരുളിയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കുറച്ച് അധികം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ആ അരച്ചെടുത്ത മിശ്രിതം അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ അരച്ചെടുത്ത പേസ്റ്റ് രൂപത്തിലുള്ള മിശ്രിതം നമ്മളൊരു ഉരുളിയിലേക്ക് ആക്കുന്നു. അതിനുശേഷം ഇനിയാണ് അതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളത് എന്താ പറയുക, സ്റ്റവിൻ്റെ അടുത്ത് മാറാൻ പറ്റില്ല കേട്ടോ. നമ്മളൊരു 2-3 സ്പൂണ് വരെ നമ്മൾ അത് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ നെയ്യ് ഇടേണ്ടതാണ്. അതിനുശേഷം നമ്മളത് ആ നെയ്യ് മിശ്രിതത്തിൽ വളരെ നന്നായി യോജിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്, കൂടുതൽ ചൂടാകും തോറും ക്യാരറ്റിൻ്റെ ഒരു പച്ച ചുവ നമുക്ക് പോകും. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ക്യാരറ്റ് ഒരു വേറെ രൂപത്തിലായിപ്പോയി. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പാലൊഴിക്കുന്നു. ആ ക്യാരറ്റ് ഒന്ന് ഡ്രൈ ആവണം. അതിനുശേഷം നമ്മൾ പഞ്ചസാര ഇടുന്നു. അത് നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നു. നമ്മൾ കുറച്ചും കൂടി മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആ ഒരു പേസ്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് കട്ടിയാവുന്ന സമയത്താണ് നമ്മൾ ഇതാവുന്നത്. പിന്നെയും നമ്മളതൊരു പേസ്റ്റ് രൂപത്തിൽ പിന്നെയും ഈ പാലൊക്കെ ഒഴിക്കുമ്പോൾ പിന്നെയും അത് സോഫ്റ്റ് ആവും. അപ്പോൾ 2-3 തരം പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെയും നമ്മളതിനെ ഇളക്കിയതിന് ശേഷം നല്ലവണ്ണം ഇളക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ഫുൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ലോങ് വീഡിയോ ആയിപ്പോകും. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നതാണ് നമ്മുടെ കോൺഫ്ലവർ മിശ്രിതം. അപ്പോൾ കോൺഫ്ലവർ പൊടിയായിട്ടല്ല ചേർക്കുന്നത്, വെള്ളം ഒഴിച്ച് ഒരു പാലിൻ്റെ ഒരു രൂപത്തിലാക്കിയിട്ടാണ് നമ്മളതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ മലയാളീസ് വ്ലോഗ് എന്നാണ് ചാനലിൻ്റെ പേര്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിന് മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലും നിങ്ങളുടെ കമ്പ്യൂട്ടറിലും വരുന്നതായിരിക്കും.
ഏലക്കയും പഞ്ചസാരയോട് പൊടിച്ച പൊടിയാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. ആ പൊടി നന്നായിട്ട് അതിൽ മിശ്രിതം വളരെ നന്നായി യോജിപ്പിക്കണം. ഏലക്ക മാത്രം പൊടിച്ചിട്ടാലും മതി, പക്ഷേ ഏലക്കയും പഞ്ചസാരയോട് പൊടിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതും കൂടി ഇടുക, കാരണം പഞ്ചസാര ഒരുപാട് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും, മധുരമൊക്കെ കറക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ആ മിശ്രിതം വളരെ നന്നായി ഇളക്കി യോജിപ്പിച്ച്, ഇപ്പോൾ ഞാൻ സൂം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പരുവത്തിൽ നമ്മുടെ ചക്കയൊക്കെ വരട്ടുന്ന രീതിയിൽ അത്രയും നന്നായി ഇളക്കി 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 വേണം ഇത് സെറ്റാക്കാൻ. കാരണം മൈദയല്ല, ഇത് ക്യാരറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളക്കലിന് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് അടുത്ത പ്രോസസ്സാണ്. ഇത് നമ്മൾ എടുത്തതിന് ശേഷം അത് ചൂടായി വരുന്നതിന് ശേഷം തന്നെ നമ്മളൊരു പാത്രത്തിൽ ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും ഒരു കവറിൽ നെയ്യ് തേച്ചതിന് ശേഷം നമ്മൾ ആക്കി വെക്കണം. കവർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ ക്യാരറ്റ് ഹലുവ ഉണങ്ങി സെറ്റായതിനു ശേഷം നമുക്ക് എടുക്കാൻ എളുപ്പത്തിനാണ്, വളരെ കറക്റ്റായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കണം, അല്ലെങ്കിൽ അത് പണി കിട്ടും. കാരണം ക്യാരറ്റ് ആ ഉരുളിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറച്ചു പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചൂടോടുകൂടി തന്നെ നമ്മളത് പെട്ടെന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് മെയിനായിട്ടൊരു സംഭവം. പെട്ടെന്ന് തന്നെ നമ്മളത് പാത്രത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ആയിട്ട് വളരെ നന്നായി നമുക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം അതിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്, നമ്മളത് ഇപ്പോൾ ഒരു ഷേപ്പ്ലെസ് ആണ്, കണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മളൊന്ന് ഒരു അലുവയുടെ രൂപത്തിൽ നമ്മളത് കറക്റ്റായിട്ട് ഷേപ്പാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സ്പൂൺ വെച്ച് കുറച്ച് നെയ്യ്, വളരെ തുച്ഛ സ്പൂണിൻ്റെ അറ്റത്തായി നെയ്യ് വെച്ച് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നെയ്യ് സ്പൂണിലാവുമ്പോൾ പിടിക്കില്ല, ഒട്ടി പിടിക്കില്ല. അപ്പോൾ കണ്ടല്ലേ, ഇപ്പോൾ നമ്മുടെ ഒരു ഹലുവ നമ്മൾ കടയിൽ നിന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഹലുവയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ അതിന് ശേഷം ഇപ്പോൾ ഇത് ചൂടാറാൻ നമ്മൾ പുറത്ത് വെക്കണം. ചൂടാറാൻ പുറത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവൂ. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വക്കൊക്കെ ഒന്ന് വിട്ടുണ്ടാവും, പക്ഷെ എന്നാലും നമ്മളൊന്നും കൂടി ഒരു നൈഫ് അല്ലെങ്കിൽ കത്തി വെച്ച് നമ്മളൊന്ന് അതിൻ്റെ വക്കൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുകയാണ്. അതാണ് മെയിൻ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ ആ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കണ്ടോ ക്യാരറ്റ് ഹലുവ എന്ന് പറയുന്നത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു കടയിൽ നിന്ന്, ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ഹലുവയാണെന്ന് നമുക്ക് തോന്നും. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവ, ബേക്കറി സ്റ്റൈൽ ക്യാരറ്റ് ഹൽവ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതൊക്കെ കവർ വളരെ നന്നായി വിട്ട് തരും. കണ്ടോ, ബേക്കറിയിൽ കാണുന്ന അതേ പരുവത്തിലാണ്, ഒട്ടും വ്യത്യാസമില്ല. ക്യാരറ്റ് ഹൽവയാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയെന്ന് ഒരിക്കലും പറയില്ല. വളരെ എളുപ്പത്തിലാണ്. എൻ്റെ അമ്മ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ ചാനൽ മലയാളീസ് വ്ലോഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓളെന്ന് കൊടുക്കുക.